RC390 എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 373cc എഞ്ചിൻ ആൻഡ് ഇറ്റ് കംസ് വിത്ത് 6-speed ട്രാൻസ്മിഷൻ ആൻഡ് ഇതിൻ്റെ ഒരു BHP വരുന്നത് 44 വിത്ത് എ മാക്സിമം ടോർക്ക് ഓഫ് 35. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എക്സോസ്റ്റ് വന്നിരിക്കുന്നത് അണ്ടർനീത്താണ് ആൻഡ് അതിന് അടുത്ത് തന്നെ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഫൈബർ കവറിങ് വരുന്നുണ്ട്. ആൻഡ് KTM വളരെ കോൺഫിഡൻ്റ്ലി പറയുന്നുണ്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ ഹീറ്റ് കാരണം ഈ ഫൈബറിന് ഒരു പ്രശ്നവും വരില്ല, ഇറ്റ് ഈസ് വെരി സ്ട്രോങ് എന്നാണ് KTM പറയുന്നത്. സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്ന ഒരു 32.3 ഇഞ്ചസ് ആണ്. സോ കാറ്റഗറിയിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് സീറ്റിംഗ് പൊസിഷൻ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടാങ്കിൻ്റെ ഒരു ബ്യൂട്ടിയും നമുക്ക് ഇരിക്കുമ്പോഴാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് റിയലി എഡ്ജി ആൻഡ് ഷാർപ്പ്, നമുക്ക് ആ ഒരു റിയൽ സ്പോർട്ടി ഫീൽ തരുന്നുണ്ട്. ആൻഡ് അതേപോലെ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിലും ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ് വരുന്നത്. സോ നമ്മുടെ ഓവറോൾ സിറ്റിംഗ് പൊസിഷനും അതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ സ്പോർട്ട് ബൈക്കിന് ചേരുന്ന രീതിയിൽ നല്ല ഒരു ലോ പൊസിഷനിലേക്ക് നമുക്ക് വരാൻ കഴിയും. ആൻഡ് നമ്മുടെ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഒരു ഓറഞ്ച് ലൈറ്റിംഗ് പാറ്റേൺ അവന് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഓറഞ്ച് വൈറ്റ് ഡിസൈനിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ രീതിയിൽ ഓറഞ്ച് ലൈറ്റിങ്സിലാണ് ഇതിൽ വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്തും നമുക്ക് RPM ഷിഫ്റ്റ് ഇൻഡിക്കേഷനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടാങ്കിന് ഒരു 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വരുന്നത് വിത്ത് ഒരു അബൌട്ട് 2 ലിറ്റേഴ്സ് ആസ് റിസർവ് കപ്പാസിറ്റി. KTMന്റെ മോട്ടോ എന്നത് റെഡി ടു റേസ് എന്നുള്ളതാണ് നമ്മുടെ KTMന്റെ മോട്ടോ. സോ ആ ഒരു മോട്ടോ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് നമ്മുടെ ബൈക്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത്. ദെൻ നമുക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചാൽ റോട്ടിലൂടെ ഓടിക്കാവുന്നതിലുപരി നമുക്കൊരു റേസ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും KTM നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചെറിയ CC ബൈക്സ്, അതായത് 200-നെല്ലാം വേണ്ടി ഓറഞ്ച് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു റേസ് അല്ലെങ്കിൽ ട്രാക്ക് ഇവന്റ് KTM നടത്തുന്നുണ്ട്. അതുകൂടാതെ ഹയർ CC ബൈക്സ്, അതായത് 390s വേണ്ടിയിട്ട് ട്രാക്ക് ഡേയ്സ്, ഇപ്പോൾ നമ്മൾ ട്രാക്കിൽ എങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റൈഡ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മൾ KTM ക്ലാസ്സസ്, ട്രാക്ക് ഓറിയന്റഡ് ക്ലാസ്സസ് നമ്മൾ കോയമ്പത്തൂർ കാര്യമോട്ടോ സ്പീഡ് വേ അല്ലെങ്കിൽ ചെന്നൈ ട്രാക്ക് ൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്നുണ്ട് KTM. അത് റൈഡേഴ്സിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ബൈക്സ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി പവർഫുൾ ബൈക്സ് ആയത് കാരണം എങ്ങനെ നമുക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ടി 1 മൈക്ക് റേസ് ഇവന്റ്സും ഇപ്പോൾ KTM നടത്തുന്നുണ്ട്. ഓറഞ്ച് കപ്പ് എന്നുള്ള പേരിൽ 390 യൂസേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ 390 ഓണേഴ്സിന് വേണ്ടിയിട്ട് 1 മൈക്ക് റേസസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് റേസിങ്ങിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതേപോലുള്ള 1 മൈക്ക് റേസസ് വഴിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും വളർന്നു വരുന്നത് 1 മൈക്കിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ യമഹ, TVS അതേപോലുള്ള ബ്രാൻഡ്സ് ആയിരുന്നു നേരത്തെ നടത്തിയിരുന്നെങ്കിലും ഇത്രയും വിജയകരമായിട്ട് ഇത്രയും ഹയർ എൻഡ് കപ്പാസിറ്റി ബൈക്സ് കൊണ്ട് KTM ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
KTM RC390 ലോഞ്ച് ചെയ്തതോടെ ഇന്ത്യൻ സ്പോർട്സ് ബൈക്ക് കാറ്റഗറി വളരെയധികം എക്സൈറ്റിംഗ് ആൻഡ് കോമ്പറ്റീറ്റീവ് ആയിരിക്കുകയാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇതൊരു ഫൺ ബൈക്കാണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഫാസ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഈസി ടു മൂവ് അറൗണ്ട്, ദാറ്റ് ഇസ് ടേണിങ്സ് എടുക്കാനും വളരെയധികം എൻജോയബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് വരുന്നത് എക്സ് ഷോറൂം ഇസ് അബൌട്ട് 2,17,000 rupees. സോ ഓൾ ദി ബെസ്റ്റ് ടു ദാറ്റ്. ഇനി പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.